ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഴത്തുള്ളികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനലിൽ ഇനിയും കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ വിഷയം നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഈ അടുത്ത ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ സീരിയലുകൾ, മലയാളം സീരിയലുകൾ സെൻസറിങ്ങിന് വിധേയമാക്കണം. മലയാള സീരിയലുകളൊക്കെ തന്നെ എൻഡോസൾഫാനേക്കാൾ വിഷലിപ്തമാണ് എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ കട്ടയ്ക്ക് യോജിക്കുകയാണ്. കാരണം 20 വർഷത്തിലധികമായി ഞാനിപ്പോൾ സീരിയൽ കാണാറേ ഇല്ല. എനിക്ക് സിനിമ, അതൊക്കെ ന്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അഭിമുഖങ്ങൾ ഇതൊക്കെയാണ് കാണാൻ പണ്ടേ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം. എന്നാലും നല്ല സീരിയലുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പണ്ട് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ഒരു 20-25 വർഷങ്ങൾക്ക് മുൻപൊക്കെ ദൂരദർശനൊക്കെ തുടങ്ങിയ കാലത്ത് എന്തുമാത്രം നല്ല സീരിയലുകളാണെന്നറിയാം അവർ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജ്യോതിർമയി, അതുപോലെ മഞ്ജു പിള്ള, സോന നായർ, ഈ പ്രേംകുമാറൊക്കെ അത്തരം സീരിയലുകൾ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. രവി വള്ളത്തോൾ, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് പ്രശസ്തർ, നമ്മുടെ മരിച്ചുപോയ ശ്രീവിദ്യാമ്മയൊക്കെ ഒരുപാട് നല്ല മഴവിൽ മനോരമയിലെയോ മലയാള മനോരമയിലോ ഒരുപാട് സീരിയലുകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ പല പ്രശസ്തരുടെയും കൃതികളൊക്കെ എടുത്ത് ആണ് അത്തരം സീരിയലുകൾ നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും ആ സീരിയലുകൾ. വീണ്ടും വീണ്ടും കാണാൻ നമ്മളെ മോഹിപ്പിക്കുന്ന ആ ഒരു കലയെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന രീതിയിലേക്ക് ടെലിഫിലിമുകളുണ്ടായിരുന്നു, സീരിയലുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പടച്ചുവിടുന്ന സീരിയലുകളെ കുറിച്ചിട്ട് ഞാൻ കാണാറില്ല. പക്ഷെ നമ്മളിങ്ങനെ ചാനൽ മാറ്റി പോകുമ്പോഴൊക്കെ പല സന്ദർഭങ്ങളും നമ്മൾ കാണുമല്ലോ. കുറച്ചൊക്കെ 2 മിനിറ്റ് നേരെ ഇരിക്കുമ്പോൾ തന്നെ മടുപ്പാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതവുമായിട്ടും ബന്ധമില്ലാത്ത അലങ്കാരങ്ങളും വസ്ത്രരീതികളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ. ഒരു ഭാര്യയ്ക്ക് 2 ഭർത്താക്കന്മാര്, 3 കാമുകന്മാര്, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികളുടെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊരു മോശമായിട്ടാണ് അവർ അതൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ജീവിതം എന്നല്ലേ അവർ ശരിക്കും തിരിച്ചറിയുന്നത്. അപ്പം ആ അർത്ഥത്തിൽ അതുപോലെ തന്നെ ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ചടഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്ത, വീട്ടു ജോലികൾ മാത്രം അടുക്കി പെറുക്കി വെച്ച് ഇതിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഇതൊക്കെ വിഷലിപ്തമായി തന്നെയാണ് ചെന്ന് പതിക്കുന്നത്. അവർക്കതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കാം, സമയം പോക്കലായിരിക്കാം. പക്ഷെ അവർ ഇതാണ് ജീവിതം, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത്. അത് കാണുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ നല്ല രീതിയിലുള്ള സീരിയലുകൾ എടുത്താൽ, സിനിമയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മാറി, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ സീരിയലുകൾ നമ്മുടെ ജീവിതവുമായി ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് മുഴുവൻ എന്ന് പലപ്പോഴും ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. ഞാൻ പ്രേംകുമാറിനൊപ്പം കട്ടയ്ക്കൊപ്പം നിൽക്കുകയാണ്. നമ്മുടെ ധർമ്മജനും അതുപോലെ ഹരീഷ് പാരഡിയും ഒക്കെ പറയുണ്ടായി, അദ്ദേഹം സീരിയലിൽ നിന്ന് വന്നതിൽ. അദ്ദേഹം സീരിയലിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് അത്തരം കാര്യം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. സെൻസറിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, രാവിലെ എടുക്കുന്നു, വൈകുന്നേരം ടെലികാസ്റ്റ് ചെയ്യുന്നു. സെൻസറിങ് ഒന്നും സമയമില്ല, അത് അവർ പറയാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. അല്ലേ? നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് പറയും. താങ്ക് യു.